ഈ വർഷത്തെ മുഹറം 9-ന്റെയും 10-ന്റെയും നോമ്പനുഷ്ഠിക്കാൻ, ആശുറാഇന്റെയും താസുആഇന്റെയും നോമ്പനുഷ്ഠിക്കാൻ ഉദ്ദേശിക്കുന്ന മുഅ്മിനീങ്ങളാണ് എങ്കിൽ ഇൻഷാ അല്ലാഹ് നമ്മൾ അറിയേണ്ട എങ്ങനെയാണ് നിയ്യത്ത് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് കരുതേണ്ടത്, നിയ്യത്ത് മറന്നുപോയാൽ എന്താണ് ചെയ്യേണ്ടത്, ഖളാ ഉള്ളവർ എന്താണ് ചെയ്യേണ്ടത്, നേർച്ചയാക്കിയാൽ എന്താണ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ ഈ നോമ്പ് അനുഷ്ഠിച്ചാൽ എന്താണ് പ്രതിഫലം ലഭിക്കുന്നത് തുടങ്ങി നമ്മൾ അറിയേണ്ട ചുരുങ്ങിയ കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് കുറഞ്ഞ സമയം കൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കേൾക്കാം, പഠിക്കാം, തെറ്റില്ലാതെ നോമ്പ് അനുഷ്ഠിക്കാൻ ശ്രമിക്കാം. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. വീഡിയോ മുഴുവൻ കേൾക്കുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ്. അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ കുല്ലി ശൈത്വാനിൻ വഹാമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ്മ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സൽക്കർമ്മങ്ങൾ സ്വീകരിക്കട്ടെ, വന്നുപോയ അപാകതകൾ അല്ലാഹു മാപ്പ് ചെയ്യട്ടെ. പരിശുദ്ധമായ മുഹറം മാസത്തിന്റെ 9-ന്റെയും 10-ന്റെയും നോമ്പ് വലിയ ശ്രേഷ്ഠതയുള്ള നോമ്പാണ്. അതിൽ പ്രത്യേകിച്ച് ആശൂറാ 10-ാമത്തെ ദിവസത്തെ നോമ്പ് വലിയ മഹത്വം നിറഞ്ഞ നോമ്പാണ് എന്ന് മുത്തുനബി തങ്ങൾ പരിചയപ്പെടുത്തിയ, ഇനി അടുത്തൊരു കൊല്ലം ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ട് എങ്കിൽ 9-നും കൂടെ ഞാൻ നോമ്പ് അനുഷ്ഠിക്കുമെന്ന് 9-ന്റെയും മഹത്വം നബി തങ്ങൾ പഠിപ്പിച്ചു തന്ന 2 മഹത്വമുള്ള നോമ്പുകൾ അള്ളാഹു പാഴാക്കാതെ കൃത്യമായി പിടിച്ചു വീഴാൻ നമുക്കൊക്കെ ഭാഗ്യം നൽകുമാറാകട്ടെ. എന്നാൽ ചില സംഗതികളൊക്കെ ശ്രദ്ധിക്കണ്ടേ? നോമ്പാകുമ്പോൾ ചില സംഗതി, നമ്മൾ റമളാൻ മാസം നോമ്പനുഷ്ഠിക്കാറുണ്ട്. എന്നാൽ റമളാനിൽ നോമ്പിന് നിയ്യത്ത് വെക്കുന്നത് പോലെയാണോ ഈ സുന്നത്തായ നോമ്പിന് നിയ്യത്ത് വെക്കേണ്ടത്? അല്ല, മറിച്ച് റമളാൻ നോമ്പിനുള്ള നിബന്ധനകളും നിയമങ്ങളും തന്നെ അതുപോലെ തന്നെയാണോ ഈ സുന്നത്തായ നോമ്പിനുള്ളത്? ചെറിയ വ്യത്യാസമുണ്ട്. ഇൻഷാ അല്ലാഹ് ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് കേൾക്കാം. ആദ്യമായി നമുക്ക് നിയ്യത്ത് എങ്ങനെയാണ് ചെയ്യേണ്ടത് കേൾക്കാം. സാധാരണ ഫർളിന് വെക്കുന്നത് പോലെ തന്നെ, ഫർളായ നോമ്പിന് വെക്കുന്നത് പോലെ, റമളാൻ മാസത്തെ നോമ്പിന് വെക്കുന്നത് പോലെ തന്നെയാണോ നിയ്യത്ത് വെക്കേണ്ടത്? അല്ല, സുന്നത്തായ എന്ന് കരുതണം. നോമ്പ് റമളാൻ ആണെങ്കിൽ നമ്മൾ ഫർളെന്ന് കരുതും. നബൈതു സൗമഗദിൻ അന്നദാ, ഈ ഫർള് റമളാൻ എന്നൊക്കെ ഫർളിനെ കരുതുക വേണം. എന്നാൽ സുന്നത്തായ നോമ്പ്, നമ്മളിപ്പോൾ സാധാരണഗതിയിൽ ഒരു സുന്നത്തായ നോമ്പ് അനുഷ്ഠിക്കുമ്പോൾ സുന്നത്തായ നോമ്പ് അല്ലാഹു തആലയ്ക്ക് വേണ്ടി നോറ്റുവിടുവാൻ ഞാൻ കരുതി എന്ന് കരുതിയാൽ മതി. നാളെ സുന്നത്തായ നോമ്പ് അല്ലാഹു തആലയ്ക്ക് വേണ്ടി നോറ്റുവിടാൻ കരുതി. ആശുറാവും താസുആക്കെ ആകുമ്പോൾ അതുകൂടെ ഒന്ന് എടുത്തു പറയാം. അല്ലാതെ പറഞ്ഞാലും നോമ്പ് ശരിയാകും. പക്ഷേ എന്ത് ചെയ്യുക, ഇപ്പം മുഹറം 9-ന്റെ നോമ്പ്, താസുആഇന്റെ നോമ്പ് അനുഷ്ഠിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ നാട്ടിൽ കേരളത്തിൽ അധികവും ശനിയാഴ്ച 1 എന്ന് പ്രഖ്യാപിച്ചതുകൊണ്ട് നാളെയും മറ്റന്നാളും, അതായത് ഞായറും തിങ്കളുമാണ് താസുആവും ആശുറാവും വരുന്നത്. ഇപ്പം നാളെയാണ് മുഹറം 9 വരുന്നത്. ചില സ്ഥലങ്ങളിലൊക്കെ വെള്ളിയാഴ്ച 1 പ്രഖ്യാപിച്ചതുകൊണ്ട് അവർക്ക് ഇന്നാണ് 9. അത്തരത്തിൽ അവർ ആ ഖാദിമാരെ പിൻപറ്റി വരുന്ന ആളുകൾക്ക് ഇന്ന് 9ഉം നാളെ 10ഉമാണ്. എന്നിരുന്നാലും എങ്ങനെയാണ് നിയ്യത്ത് വെക്കേണ്ടത്? മുഹറം 9-ന്റെ നോമ്പാകുമ്പോൾ മുഹറം 9-ന്റെ സുന്നത്ത് നോമ്പ് അല്ലാഹു തആലയ്ക്ക് വേണ്ടി ഞാൻ നോറ്റുവിട്ടുന്നു. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, താസുആഇന്റെ സുന്നത്ത് നോമ്പ് അല്ലാഹു തആലയ്ക്ക് വേണ്ടി ഞാൻ നോറ്റുവിടുന്നു. ഇങ്ങനെ എന്ത് ചെയ്യാം, കരുതാം. ഇനി 10 ആണെങ്കിൽ മുഹറം 10-ന്റെ സുന്നത്ത് നോമ്പ് അല്ലാഹു തആലയ്ക്ക് വേണ്ടി നോറ്റുവിട്ടുന്നു. അല്ലെങ്കിൽ ആശുറാഇന്റെ സുന്നത്ത് നോമ്പ് അല്ലാഹു തആലയ്ക്ക് വേണ്ടി ഞാൻ നോറ്റുവിട്ടുന്നു. ഇത് കരുതേണ്ടത് എപ്പോൾ തന്നെയാണ്? സുബഹിക്ക് മുമ്പ് തന്നെയാണ് നിയ്യത്ത് വെക്കേണ്ടത്. ഇനി ഒരാൾ സുന്നത്ത് നോമ്പിന് നിയ്യത്ത് വെക്കാൻ മറന്നുപോയി, സുന്നത്തായ നോമ്പിന് നിയ്യത്ത് വെക്കാൻ മറന്നുപോയി, അവർക്ക് എന്ത് ചെയ്യാം? സുബഹിക്ക് ശേഷം ളുഹറിന് മുമ്പായിട്ട് നിയ്യത്ത് വെച്ചാൽ ആ നോമ്പ് ശരിയാകും. സുന്നത്തായ നോമ്പ് ഷാഫി മദ്ഹബ് പ്രകാരവും സുന്നത്തായ നോമ്പിൽ എന്ത് ചെയ്യാം? ളുഹറിന് മുമ്പ് നിയ്യത്ത് വെച്ചാൽ ശരിയാകും, ആ നോമ്പ് കിട്ടും. ഇങ്ങനെ നിയ്യത്തിന്റെ കാര്യത്തിൽ അത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി ഇപ്പം ചില ആളുകൾക്ക് ചിലപ്പം ഫർളായ നോമ്പ് ഖളാ ഉണ്ടാവും. ഫർളായ നോമ്പ് ഖളാ ഉള്ള ആളുകൾ എന്താ ചെയ്യേണ്ടത്? അല്ലെങ്കിൽ ചില ആളുകൾ നേർച്ചയാക്കിയതുണ്ടാവും, നോമ്പ് നേർച്ചയാക്കിയതുണ്ടാവും. അങ്ങനെയുള്ള ആളുകളാണെങ്കിൽ അവർക്ക് ഈ സുന്നത്തിന്റെ കൂടെ ഫർളും കരുതാൻ പറ്റും. ഫർളായ ഈ നോമ്പ് ഖളാ വീട്ടാനുള്ള നോമ്പ് എന്ത് ചെയ്യുക? ഈ സുന്നത്തായ നോമ്പിൻ്റെ കൂടെ കരുതിയിട്ടപ്പം നിയ്യത്ത് വെക്കുമ്പോൾ എന്ത് ചെയ്യുക? സുന്നത്തായ ആശുറാഇന്റെ സുന്നത്ത് നോമ്പിനെയും അതുപോലെ തന്നെ റമളാനിൽ ഖളാ ആയ ഫർളായ നോമ്പിനെയും ഞാൻ നോറ്റുവിടുവാൻ കരുതിയിരിക്കുന്നു എന്ന് എന്ത് ചെയ്യുക? നിയ്യത്ത് ചെയ്യുക. 2നെയും കൂടെ ഒന്നിച്ച് എന്ത് ചെയ്യുക? കരുതാം. എന്നാൽ 2ന്റെയും കൂലി ലഭിക്കും. എന്നാൽ ബാക്കിയുള്ള സമയങ്ങളിൽ നോമ്പനുഷ്ഠിച്ച് വീടാൻ പറ്റുന്ന ആളുകളാണ്, ഖളാ വീട്ടാൻ പറ്റുന്ന ആളുകളാണെങ്കിൽ അവർക്ക് മറ്റു സമയങ്ങളിലേക്ക് ഈ ഖളാ വീട്ടൽ മാറ്റുകയും സുന്നത്തായി പ്രത്യേകം പഠിപ്പിക്കപ്പെട്ട ഈ ദിവസങ്ങൾ, അറഫ ദിവസം പോലെ അല്ലെ മുഹറം 9ഉം 10ഉം പോലെയൊക്കെ ഉള്ള ദിവസങ്ങളിൽ ആ സുന്നത്തായ നോമ്പിനെ പ്രത്യേകം പരിഗണിക്കുകയും ചെയ്യലാണ് ഏറ്റവും അഫ്ളലായത്, ഏറ്റവും നല്ലത്. ഇനി ഒരാൾക്ക് അതിന് പറ്റുന്നില്ല, സമയം കിട്ടുന്നില്ല എങ്കിൽ എന്ത് ചെയ്യാം? ഈ സുന്നത്തായ നോമ്പിൻ്റെ കൂടെ ഫർളിനെയും കരുതാം. നേർച്ചയും അതുപോലെ തന്നെ ഈ കൂട്ടത്തിൽ സുന്നത്തായ നോമ്പിൻ്റെ കൂടെ നേർച്ചയെ വീട്ടുന്നു എന്നുള്ള ആ നിയ്യത്ത് വെച്ചുകൊണ്ട് എന്ത് ചെയ്യാം? നോമ്പ് അനുഷ്ഠിക്കാൻ കഴിയും. ഇനി സുന്നത്തായ നോമ്പിൻ്റെ സമയത്ത് ഹൈലുകാരിയായ ഒരു പെണ്ണാണെങ്കിൽ അവർക്ക് നോമ്പ് അനുഷ്ഠിക്കാൻ പറ്റുമോ? ഫർള് നോമ്പ് അനുഷ്ഠിക്കാൻ പാടില്ല, സുന്നത്തായ നോമ്പ്
അനുഷ്ഠിക്കാൻ പാടില്ല. അവരെന്ത് ചെയ്യണം? ആ നോമ്പ് ഒഴിവാക്കണം. ഹൈദിന്റെ സമയത്ത് ഒരു നോമ്പ് അനുഷ്ഠിക്കാൻ പാടില്ല. ആ സമയത്ത് ദിക്റുകളും സ്വലാത്തുകളും ഒക്കെ ചൊല്ലിയിട്ട് എന്ത് ചെയ്യുക? ആ ദിവസത്തെ അവർ പരിഗണിക്കുക. ആശുറാഇന്റെയും താസുആഇന്റെയും ദിവസങ്ങളെ അന്ന് ചൊല്ലേണ്ട ദിക്റുകൾ, അതുപോലെ സ്വലാത്തുകൾ, തസ്ബീഹുകളൊക്കെ ചൊല്ലിയിട്ട് എന്ത് ചെയ്യുക? ഒരുപാട് അദ്കാറുകളെ കൊണ്ട് ആ ദിവസത്തെ പരിഗണിക്കുക. ഖുർആൻ ഓതൽ മാറ്റിവെച്ചിട്ട് ബാക്കിയുള്ള ദിക്റുകളൊക്കെ ചൊല്ലി പരിഗണിക്കുക. അതാണ് ചെയ്യേണ്ടത്. സാധാരണഗതിയിൽ നമ്മൾ ചെയ്യുന്ന റമളാൻ മാസത്തിൽ ഹൈദുകാരിയായാൽ എന്താണോ ചെയ്യുന്നത് ആ കാര്യങ്ങളൊക്കെ ഈ പരിശുദ്ധമായ മുഹറത്തിന്റെ 9-ന്റെയും 10-ന്റെയും ദിവസങ്ങളിൽ പ്രത്യേകം പരിഗണിക്കുക. നമ്മൾ എന്ത് ചെയ്യുക? ഉഴപ്പിക്കളയരുത്. ആ ദിവസം ഞാൻ ഹൈദുകാരിയാണല്ലോ ഇതൊന്നും ചെയ്യേണ്ടെന്നല്ല, മറിച്ച് ഒരുപാട് ദിക്റുകളൊക്കെ ചൊല്ലി ആ ദിവസത്തെ ധന്യമാക്കേണ്ടതുണ്ട്. ആരെങ്കിലും ഒരാൾ ഈ ഒരു ദിവസം നോമ്പനുഷ്ഠിച്ചാൽ, പ്രത്യേകിച്ച് മുഹറം 10-ന് നോമ്പനുഷ്ഠിച്ചു കഴിഞ്ഞാൽ യുക്കഫിറു സനത്തൽ മാലിയ, കഴിഞ്ഞൊരു വർഷത്തെ പാപങ്ങൾ മുഴുവൻ പൊറുക്കപ്പെടുമെന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്ന മഹത്തായ ദിവസമാണ്. അപ്പോൾ നമ്മുടെ ഒരു വർഷത്തെ പാപങ്ങൾ മുഴുവൻ പൊറുക്കപ്പെടാൻ ഈ ഒരൊറ്റ ദിവസത്തെ നോമ്പ് മതിയെന്ന്. അതുപോലെ തന്നെ മുഹറം 9-ന്റെ നോമ്പനുഷ്ഠിക്കാൻ മുത്തുനബി തങ്ങൾ വളരെയേറെ പ്രേരിപ്പിച്ചിരുന്നു. ലൈം ബഖീതു ഇലാ ഖാബിലിൻ ല അസൂമന്ന താസിഅ, അടുത്തൊരു കൊല്ലം ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ട് എങ്കിൽ, ഞാൻ ഉണ്ട് എങ്കിൽ തീർച്ചയായും 9-ന്റെ നോമ്പ് കൂടി ഞാൻ അനുഷ്ഠിക്കുമെന്ന് മുത്തുനബി തങ്ങൾ ആ 9-ാമത്തെ ദിവസത്തെ ഗൗരവം കൂടെ ചേർത്തിട്ട്, അത് കാരണം യഹൂദരോടും നസാറാക്കളോടും എതിരാകാൻ വേണ്ടി, അവരോടൊരു ചേർച്ചയും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് മുസ്ലിമായ ആൾ എന്ത് ചെയ്യണം? 9-ന് കൂടെ നോമ്പനുഷ്ഠിക്കണമെന്ന് മുത്തുനബി തങ്ങൾ അവിടുത്തെ ആഗ്രഹവും അതുപോലെ തന്നെ ഒരുപാട് പ്രേരിപ്പിക്കുകയും ചെയ്ത ഒരു നോമ്പാണ് 9-ന്റെ നോമ്പ്. അപ്പോൾ ഈ 2 നോമ്പുകളും ഇൻഷാ അല്ലാഹ് തെറ്റൊന്നും കൂടാതെ ഈ പറഞ്ഞ പോലെ നീയത്ത് ശ്രദ്ധിച്ച്, അതുപോലെ തന്നെ നോമ്പിന്റെ നിബന്ധനകൾ, ബാക്കിയുള്ള നിബന്ധനകളൊക്കെ നമ്മൾ സാധാരണ റമളാൻ നോമ്പനുഷ്ഠിക്കുന്നത് പോലെ തന്നെയാണ്. നോമ്പ് കുറിയുന്ന കാര്യങ്ങളിൽ നിന്നൊക്കെ ഒഴിവായി നിൽക്കുക, നീയത്ത് കൃത്യമായ സമയത്ത് തന്നെ ചെയ്യുക. അതുപോലെ തന്നെ ആർത്തവകാരിയായ അല്ലെങ്കിൽ നിഫാസുകാരിയായ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്ത് ചെയ്യുക? ആ സമയത്തെ പരിഗണിച്ചുകൊണ്ട് ഒരുപാട് ദിക്റുകളും സ്വലാത്തുകളും മദ്ഹുകളും ഒക്കെ ആയിട്ട് എന്ത് ചെയ്യുക? ആ ദിവസത്തെ അവർ പരിഗണിക്കുക. ഖളാ വീട്ടേണ്ട ആളുകൾ നീയത്തിനോടൊപ്പം ചേർത്ത് അതും എന്ത് ചെയ്യുക? ഖളാ വീട്ടാൻ ശ്രമിക്കുക. ഇങ്ങനെ തുടങ്ങി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ, അതുപോലെ ഒരുപാട് ദിക്റുകളും സ്വലാത്തുകളും ഈ ദിവസം പ്രത്യേകം പഠിപ്പിച്ചു തന്നതുണ്ട്. അപ്പോൾ ആ ദിക്റുകളൊക്കെ ചൊല്ലുകയും ഒരുപാട് ദുആ ചെയ്യും. പ്രത്യേക സമയങ്ങളും ദുആക്ക് ഇജാബത്തുള്ള സമയങ്ങളല്ലേ, അതൊക്കെ പരിഗണിച്ച് ഈ ദിവസത്തെ ധന്യമാക്കാൻ ശ്രമിക്കുക. അള്ളാഹു ഭാഗ്യം നൽകട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. യാ റബ്ബി ബിൽ മുസ്തഫാ ബല്ലിഗ് മഖാസിദനാ واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم.